നിലമ്പൂരിൽ ആവേശമായി കൊട്ടിക്കലാശം. ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 23 ദിവസം നീണ്ട പരസ്യ പ്രചാരണത്തിനാണ് സമാപനമായത്. മഴപ്പെയ്ത്തിലും അണയാത്ത ആവേശമായി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും നിലമ്പൂരിനെ ഇളക്കിമറിച്ചു. കൂടുതൽ വിശദാംശങ്ങൾ നിലമ്പൂരിൽ നിന്നും VS അനന്ത് നൽകും. അനന്തു, എത്രത്തോളം ആവേശത്തിലായിരുന്നു കുട്ടിക്കലാശത്തിൽ പ്രവർത്തകർ? ഒപ്പം തന്നെ മുന്നണികളുടെ പ്രതീക്ഷ എത്രത്തോളം? അതിന് വളരെ വലിയ ആവേശത്തിലായിരുന്നു മൂന്ന് മുന്നണികളും. നിലമ്പൂരിൽ വളരെ വലിയ രീതിയിലുള്ള കൊട്ടിക്കലാശം അല്ലെങ്കിൽ പരസ്യ പ്രചരണം അവസാനിച്ചത് വളരെ വലിയ ആവേശത്തിലായിരുന്നു മൂന്ന് മുന്നണികളും ആഘോഷിച്ചത്. നിലമ്പൂർ ടൗണിനെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു കൊട്ടിക്കലാശമായിരുന്നു ഇവിടെ നടന്നത്. നമുക്കറിയാം, മൂന്ന് മുന്നണികളും വളരെ ആവേശത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ചും ഇടത് വലത് മുന്നണികൾ അവരുടെ അഭിമാന പ്രശ്നമായി, അഭിമാന പോരാട്ടമായി ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നു. അതുകൊണ്ട് തന്നെ വളരെ വീറും വാശിയോടും കൂടിയാണ് മുന്നണികളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ അവർ പ്രചരണം നടത്തിയതും അങ്ങനെ തന്നെയായിരുന്നു. ആ ആവേശമെല്ലാം പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു, ഒരു കൊട്ടിക്കലാശം ആയിരുന്നു ഇന്നിപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. ഇടത് വലത് മുന്നണികളും BJPയും സമാസമം ആവേശത്തോടു കൂടി നിലമ്പൂർ ടൗണിൽ ഒത്തുകൂടുകയായിരുന്നു. പ്രവർത്തകർ വളരെ ആഘോഷപൂർവ്വമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ. ഇനിയിപ്പോൾ നാളെ നിശബ്ദ പ്രചരണമാണ്. മറ്റന്നാൾ നിലമ്പൂർ ബൂത്തിലേക്ക് പോവുകയാണ്. ആ നിലമ്പൂർ ബൂത്തിലേക്ക് എത്തുമ്പോൾ, ജനവിധി എഴുതുമ്പോൾ ഈ ദിവസത്തെ ആവേശം അന്നും പ്രതിഫലിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നണികൾ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയായിരുന്നു. വളരെ വലിയ രീതിയിലുള്ള ആവേശമാണ് നമുക്ക് നിലമ്പൂരിൽ കാണാൻ കഴിഞ്ഞത്. ഇടത് സ്ഥാനാർത്ഥി M സ്വരാജും NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജും അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥി അരേടൻ ഷൗക്കത്തും പ്രവർത്തകർക്ക് ആവേശം ഇരട്ടിയാക്കാൻ ഈ നിലമ്പൂർ ടൗണിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തിരുന്നു. മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ നേരിട്ട് പ്രവർത്തകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. അവരുടെ ആവേശം ഇരട്ടിയാക്കി. അങ്ങനെ മൊത്തത്തിൽ വളരെ വലിയ ആവേശം മണ്ഡലത്തിലുണ്ട്. ആ ഒരു ആവേശം ഇന്നത്തെ ഒരു കൊട്ടിക്കലാശത്തിലും പ്രകടമായിരുന്നു.